ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ മൂന്നാമത്തെ ചാനലാണിത്. ഫസ്റ്റ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളമാണ്. അതിൻ്റെ മൂന്നാമത്തെ ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തമ്മിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. 10 കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽ റീഡിംഗ് ആണ്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ്, അവരെന്ത് തീരുമാനമാണ് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാർഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ടും ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിൽ വിചാരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകും, ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റിലേക്ക് പോകും. എന്നാൽ മാത്രമേ നമുക്ക് റീഡിങ്ങിൽ നിങ്ങളുടെ എനർജീസും ഇവിടെ വരികയുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് റീസണേറ്റ് ആവാതെ പോകും. അതുകൊണ്ട് കാമായിട്ട് കൂളായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ദ കറന്റ് സിറ്റുവേഷൻ ഈസ് ദ വേൾഡ് കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ പിന്നീട് ഈ വ്യക്തി വേറെ എങ്ങോട്ടോ പോയി, നിങ്ങൾ വേറെ സ്ഥലത്തേക്കും പോയി. ബട്ട് നിങ്ങൾ സ്നേഹത്തിലായി. ഓക്കെ, നിങ്ങൾ സ്നേഹത്തിലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഈ പേഴ്സൺ വിദേശത്തും നിങ്ങൾ നാട്ടില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോവേണ്ടി വന്നു, ഈ പേഴ്സൺ നാട്ടില്. ഇനിയിപ്പോൾ അതല്ല, ഈ കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന്, അതായത് കോളിങ്ങിലൂടെ മെസ്സേജിങ്ങിലൂടെ അല്ല, ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി വന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അത് തന്നെയായിട്ടാണ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതായത് അന്ന് തൊട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നമുക്കതൊരു തടസ്സം പോലെയാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? ഈ ഫസ്റ്റ് കാർഡിന്റെ നേരെ ഇങ്ങനെ സ്ലീപ്പിംഗ് മോഡിലാണ്, ഐ മീൻ ഒരു ക്രോസ് വേർഡിലാണ് നമ്മൾക്ക് ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത്, പേജ് ഓഫ് കപ്സ്. അതായത് ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകണം, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാവുന്ന ആൾക്കാർക്കും, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൊളീഗ്സിനൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണിത്. അതായത് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഈ പേഴ്സണ് കുറഞ്ഞു വരുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ബാലൻസ് വേണമല്ലോ, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണമല്ലോ, ഫിസിക്കൽ ഇന്റിമസി വേണം. സോ ഈ പേഴ്സൺ എന്തുകൊണ്ടോ അത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത്, അതായത് ആ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് എടുത്തിട്ട് നിങ്ങളെ കാണാൻ വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ റിസ്ക് എടുക്കുന്നില്ല. ബിക്കോസ് ഇവിടെ ഒരു സ്ത്രീനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു മനോഹരമായ ഒരു പെൺകുട്ടിയെ കാണാം. ആൻഡ് ഓൾസോ ഷീ ഈസ് ലൈയിങ് ഇൻ ദ സീ, ആൻഡ് ഓൾസോ എ കപ്പ് ഓഫ് ലവ് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്നേഹത്തിന്റെ പാനപാത്രം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ്, ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും അഫെക്ഷനും ആ ഒരു കണക്ഷൻ ഇപ്പോൾ ആ വ്യക്തി
ഇപ്പോൾ ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. തീരെ ഇല്ല എന്നുള്ളതല്ല. എന്നാലും ആദ്യം ഉണ്ടായിരുന്ന അത്രയും അറ്റാച്ച്മെന്റ് ഇപ്പോൾ ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മേ ബി നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അവൈലബിൾ അല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഓരോ എക്സ്ക്യൂസസ് പറയുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേഡിയുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ഹാപ്പി അല്ല, സന്തോഷത്തിലല്ല, സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കപ്പ് ഓഫ് ലവ് നീട്ടി വെച്ചിട്ട് വിഷമിച്ചു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആക്ച്വലി ഈ ലേഡി എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്. അതിപ്പോ പുരുഷനാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാട്ടെ, ഇത് പുരുഷനായിട്ട് നിങ്ങളായിട്ട് വിചാരിക്കുക. ആ ഒരു കപ്പ് ഓഫ് ലവ് വെച്ച് നീട്ടിയിട്ട് വിഷമിച്ചിരിക്കുന്നു. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ സ്വീകരിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ അവൈലബിൾ ആകുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പം നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾക്ക് തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതിനുള്ള നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഏതൊരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു എനർജി സാധ്യമായിട്ട് കാണുന്നില്ല, തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഈ പേഴ്സണ് ധാരാളം മെന്റൽ ട്രോമാസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സണ് പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയല്ല. അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെയും റിലേഷൻഷിപ്പിൽ ഒരു മൂന്നാമതൊരു വ്യക്തി വന്ന് കോലിളക്കം സൃഷ്ടിച്ച് ഒരു ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോയി. ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പേഴ്സണ് തന്നെ ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ തലേ കിടന്ന് ഓടുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, അതുപോലെ ഈ പേഴ്സണ് ട്രോമാസ് ഉണ്ട്, വളരെയധികം ട്രോമാസ് ഉണ്ട്. മെന്റൽ ട്രോമാസ് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഊർജവും സന്തോഷവും ആവേശവും ഇപ്പോൾ ഈ വ്യക്തിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഈ വ്യക്തിക്ക് മാറ്റം സംഭവിച്ചതാണ് ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം, ഓ എന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല, ഐ ആം ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടാകാം. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ തിരിച്ചു ചോദിക്കുന്നുണ്ടാകാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കാരണം ആ പേഴ്സണ് മനസ്സിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങളടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന അവസ്ഥ. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ. ആൻഡ് ഓൾസോ പാസ്റ്റ് എനർജി നമുക്ക് നോക്കാനാണെങ്കിൽ നമുക്ക് 10 ഓഫ് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സന്റെയും നിങ്ങളുടെയും ഫാമിലി തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. കൂടുതലും വിശ്വാസത്തിന്റെ പേരിൽ, മേ ബി നിങ്ങൾ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അങ്ങനെ ഒരു പ്രണയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളായിരിക്കാം. സോ നിങ്ങളുടെ രീതികൾ, വിശ്വാസങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ ലാംഗ്വേജസ്, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും ഓരോ ജില്ലയിലും ഓരോ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണല്ലോ, അല്ലേ? ഭാഷകൾ തന്നെ വ്യത്യസ്തമാണ്. സോ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫാമിലികൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു പരിധി വരെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഈ പേഴ്സണെ വേട്ടയാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളെയും വേട്ടയാടുന്നുണ്ടാകാം. ഓക്കെ, ഓ നിങ്ങളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സണും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാണ്ടായി പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ പാസ്റ്റ് എനർജിയിൽ നിന്നും, അല്ലെങ്കിൽ മേ ബി
ഈ പേഴ്സൺ ഒരു കല്യാണാലോചനയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പം മേ ബി അവിടെ നാട്ടി ഇറക്കി ഓടിച്ചു വിട്ടിട്ടുണ്ടാകാം. ഓക്കെ, അപമാനിച്ചു വിട്ടിട്ടുണ്ടാകാം. സംതിങ് ലൈക്ക് ഓക്കെ ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ റിലീജിയൻ വേറെയാണ്, അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് പോയി നിങ്ങളുടെ പേഴ്സണെ മേ ബി അപമാനിച്ചോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലോ വിട്ടതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതും ഈ പേഴ്സൺ ഇപ്പോൾ കണക്കിലെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഉയർത്തി വരാനായിട്ട് അല്ലെങ്കിൽ ഉയർന്നു വരാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. അതായത് ഓക്കെ, ഇനിയിപ്പോ ഇതിന് അധികം ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിങ്ങനെയൊക്കെ അവസാനിക്കൂ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല റിസ്ക് എടുക്കാനായിട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ നമ്മൾക്ക് ഇതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ലേഡി ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് കാണാം. 7 അമ്പുകളാണ് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു യുദ്ധം പോലെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെയാണ് ഇവിടെ അമ്പുകളായിട്ട് കാണിക്കുന്നത്. 7 അമ്പുകളാണ്. അതിൽ ആ അമ്പില് തീയുമുണ്ട്, തീജ്വാലയുമുണ്ട്. അപ്പൊ 7 ഓഫ് ഫയർ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതീക്ഷ വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷ വെക്കാം. കാരണം നിങ്ങളായിക്കോട്ടെ, ചുമ ഇടക്കിടക്ക് വരുന്നുണ്ട്, നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഏരീസ് ലിയോ ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ലയൺ പവർ. സോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഈസിലി മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടം കൊണ്ട് മനസ്സിലാകുന്നത്. സോ നിങ്ങൾ പവർഫുൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചില സമയത്ത് അനാവശ്യമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവം ഒന്ന് മാറ്റി വെക്കുക. അത് മാറ്റിവെച്ച്, കാരണം അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ് വരുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ വിഷമത്തിലേക്ക് പോകുന്നതും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നതും നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ആരോഗ്യം പോയ ഒരവസ്ഥ അല്ലെങ്കിൽ എനർജി ഒരു ഊർജം പോയ ഒരവസ്ഥയിൽ നിൽക്കുന്നതും ഒരു പരിധി വരെ നിങ്ങൾ ഇമോഷണൽ ആവുന്നത് കൊണ്ടും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ കുറിച്ചിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ആണ്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു അമ്പിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്ക് വരുന്ന, എതിരായിട്ട് വരുന്ന ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേരിടാൻ സാധിക്കുമെന്നാണ് 7 ഓഫ് ഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു തീയാണ്, ഓൾറെഡി നിങ്ങൾ ഒരു ഫയർ ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഫയർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ബാധിക്കില്ല അല്ലേ? ആ ഒരു എനർജിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ദ 3 ഓഫ് ഫയർ. എന്തെങ്കിലും ഒരു ഷിഫ്റ്റിംഗ് എനർജി ഉണ്ടാകുമോ, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് 3 ഓഫ് ഫയർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പരിധി വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ എന്താന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഈ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഹാർഡ് വർക്കിന് ഇപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് സമയക്കേടാണെങ്കിൽ പോലും, സമയം അത്ര നല്ലതല്ല എങ്കിൽ പോലും, ഇപ്പോൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്കിന് ഭാവിയിൽ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ, നല്ലൊരു നേട്ടം ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് കുറച്ചധികം വെയിറ്റ് ചെയ്തേ പറ്റൂ. പെട്ടെന്നൊരു മാറ്റം ഇതിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ അങ്ങനെ വിശ്വസിക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, സ്പെൽ വർക്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊരു അബണ്ടൻസ് പരമായിട്ട്, സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടും, അതായത് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ,
ഭാവിയിൽ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ഒരു കിങ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഒന്നും നോക്കാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിയർ ഫ്യൂച്ചർ, കമ്മിങ് ഫ്യൂച്ചറിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് നിങ്ങൾ പവർഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തില് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് പേജ് ഓഫ് എയർ ആണ്. ഒരു വ്യക്തി വാളായിട്ട് നിൽക്കുന്ന ഒരു ഇതും ആൻഡ് ഓൾസോ നമുക്ക് ബ്ലൂ ബട്ടർഫ്ലൈസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് പുരുഷനാണെങ്കിൽ ഹൈ മാസ്കുലൈൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം പൗരുഷമുള്ള, വളരെയധികം എന്താ പറയാ, ഭയങ്കര ക്രൂക്ഡ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ അഭിമാനിയായിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഇത് കാണുന്നത് നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലൂ ബട്ടർഫ്ലൈനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ബ്യൂട്ടിയാണ്. സോ ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് ലവ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് പുരുഷൻ എന്ന് പറയുന്നത് വളരെയധികം അഗ്രസീവ് എനർജിയും സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം വശ്യ സൗന്ദര്യമായ അല്ലെങ്കിൽ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളായിട്ട്, വളരെ സൗന്ദര്യവതികളായിട്ടുള്ള സ്ത്രീകളായിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ട് തലങ്ങളിൽ അട്രാക്റ്റീവ് ആണ്, പവർഫുൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ആ ഒരു വീറും വാശിയൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വാശി കൊണ്ട് ഈ വ്യക്തി പല കാര്യങ്ങളും ലൈഫിൽ നേടിയെടുക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് പ്രപ്പോസൽസ് വരാനും, അതേസമയം തന്നെ നിങ്ങളുടെ ഈ ഒരു ബ്യൂട്ടി കാരണം ഒരു പരിധി വരെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാത്ത വിധത്തിലുള്ള സിറ്റുവേഷനിലേക്ക് ആക്കിയെടുക്കാനും സാധിക്കും. അതായത് ഇതിപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൊതിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം, നല്ല മുടിയുള്ള ആൾക്കാരായിരിക്കാം, ശരീരഭംഗിയൊക്കെ വളരെ ഭംഗിയുള്ള, അതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളെ ഉപേക്ഷിക്കാനൊന്നും താല്പര്യമില്ല. ബിക്കോസ് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് തലങ്ങളിൽ ബ്യൂട്ടിഫുൾ ആണ്, പവർഫുൾ ആണ്, വ്യത്യസ്തരാണ്. ഓക്കെ. ആൻഡ് ഓൾസോ വേറെ ആൾക്കാര് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് നമുക്ക് 10 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. വി ക്യാൻ സീ വൺ ലേഡി ഈസ് ഹാർഡ് വർക്കിംഗ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഈ പേഴ്സണെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം. സോ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിന്റെ ഒക്കെ മുന്നിലാണെങ്കിലും ഈ പേഴ്സന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ്. ഒരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല. ഓക്കെ, വിട്ടുകൊടുക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല, ഒരു കാര്യവും വിട്ടു തരത്തില്ല. ബിക്കോസ് ഈ പേഴ്സൺ വിചാരിച്ച കാര്യങ്ങൾ ഈ പേഴ്സണ് നേടിയെടുക്കണം. ആൻഡ് ഓൾസോ ഈ വ്യക്തി കരിയറും ഈ ഒരു പ്രണയ ബന്ധവും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ പേഴ്സണ് മേ ബി ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. അത് ഈ ഒരു സ്ട്രെസ് കാരണം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 9 ഓഫ് കപ്സിനെ സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും പേടിയാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷയാണോ? നമുക്കിവിടെ 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പ്രതീക്ഷ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് 1 കപ്പ് ഓഫ് ലവ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയും കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ചുറ്റിനും 9 ഓഫ് കപ്സ് ആണ്. അതായത് ഒരു കപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ 10 ഓഫ് കപ്സ്. അതായത് ഒരു കാര്യത്തിൻ്റെ കൂടി ആവശ്യമുള്ളൂ. അതായത് ഈ പേഴ്സന്റെ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ആ ഒരു ജോബ്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ചെറിയ രീതിയിൽ ഒന്ന് ഇന്റർവെൽ ഇട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇവിടെ 10-ൽ 9% കാണിക്കുന്നത്. പക്ഷെ അവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഓക്കെ, ആ 1% കൂടി
കാര്യമുള്ളൂ. അതും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ വെരി ഹാപ്പി ന്യൂസ്. ഇറ്റ് ഈസ് എ വെരി റാൻഡം കാർഡ് ദാറ്റ് വി ഗോട്ട്. ദ 10 ഓഫ് കപ്സ് ആണ് അവസാനം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? കാരണം ഓൾറെഡി നമുക്ക് ഒരു സാഡ് ആയിട്ടുള്ള കപ്പ് ഓഫ് ലവ് കിട്ടി, അതിപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്. ബട്ട് ലേറ്റർ വി ഗോട്ട് ദ 9 ഓഫ് കപ്സ് ആൻഡ് ഓൾസോ ദ കണ്ടിന്യൂഷൻ ഇസ് 10 ഓഫ് കപ്സ്. അപ്പോൾ അടുത്ത് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്, തള്ളിക്കളയരുത്. നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ബിക്കോസ് ഇവിടെ ഫാമിലി കാർഡാണ് നമ്മൾക്ക് അവസാനം ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ അതൊരു നിസ്സാര കാർഡല്ല. മേ ബി നിങ്ങൾ റെയിൻബോ ഒക്കെ കാണുന്നുണ്ടാകാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. സോ അതൊക്കെ സ്പിരിച്വലി അവെയ്ക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. എനിവേ, നൈസ് സ്പ്രെഡ് കാർഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് നൈസ് റീഡിംഗ് ആയിരുന്നു. അപ്പൊ ഇതാണ് ഡീറ്റെയിൽ റീഡിംഗ്. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.